ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ പാക് ടെൻഷൻസ് കാരണം നിഫ്റ്റി ഇന്ന് നല്ല രീതിക്ക് വോളാറ്റിലായിരുന്നു. ഇന്ത്യ വിക്സൊക്കെ 22ൻ്റെ മുകളിലായിരുന്നു. നല്ല വോളാറ്റിലായ മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും കുറവായിരുന്നു. ഇന്ന് 9-ാം തീയതിയാണ്. 9-ാം തീയതി ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റാണ് കാണിച്ചു കാണുന്നത്. പിന്നെ ഫുൾ ടൈം ആയിട്ട് സൈഡ് വേസ് ആയിരുന്നു. മാർക്കറ്റിൻ്റെ കാര്യമായിട്ട് ഒരു ബൈങ് നിർത്തി, ബൈങ്ങിൻ്റെ പ്രഷർ ഉണ്ടായിട്ട് മാർക്കറ്റ് കാര്യമായിട്ട് തന്നെ വല്ലാണ്ട് ഫോളോ ആവേണ്ട നിന്നിട്ടുണ്ട്. മനസ്സിലായാലേ, ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് അതിനും മാത്രമുള്ള ട്രേഡൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് സി സൈഡിക്കും ബി സൈഡിക്കും ഒക്കെ വളരെ കുറവാണ്. നമുക്കുണ്ടായിരുന്ന സ്ട്രൈക്ക് എത്ര ഉണ്ടായിരുന്നു? ഈ 4 സ്ട്രൈക്കിലാണ് നമ്മൾ നോക്കണ്ടായിരുന്നുള്ളൂ. സാധാരണ നമുക്ക് ഇഷ്ടംപോലെ സ്ട്രൈക്കുകളിൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കാറുണ്ട്. ഇന്ന് അതുപോലും ഇല്ല. അത്രയും ചെറിയൊരു അത്രയും ഓപ്പർച്യൂണിറ്റി കുറഞ്ഞ മാർക്കറ്റ് സിനാരിയോ ആയിരുന്നു. ഇത് 24,250 സി ആണ് കേട്ടോ. 24,250 സിയിൽ നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ ഞാനിവിടെ എടുത്തേക്കണ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഹൈ ആണ്. ഈ ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ 9-ാം തീയതിയിലത്തെ ആദ്യത്തെ മിനിറ്റ് റെഡ് ക്യാൻഡിലാണിത്. മനസ്സിലായില്ലേ? ഈ റെഡ് ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. നമുക്കൊരു ദിവസം 2 ട്രേഡ് കിട്ടും. സീലിങ്ങും ബീലിങ്ങും കൂടിയിട്ട് ഓരോ ട്രേഡ് വെച്ചിട്ട് എല്ലാ ദിവസവും ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബൈയേഴ്സ് ലോസ് ചെയ്ത്, അതായത് ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്ത് റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൈ എൻട്രി ഓപ്ഷൻസിൽ എടുക്കാൻ പറ്റും. എപ്പോഴും ചെയ്യാവുന്നതാണ് നമുക്ക് കേട്ടോ. സ്റ്റിൽ സൈഡ് വേസിൽ തന്നെയാണ് മാർക്കറ്റ്. കാര്യം 100 പോയിൻ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് സൈഡ് വേസ് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ എൻട്രി എടുത്താലും ഒരു പ്രോഫിറ്റിക്ക് പോകുമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. മനസ്സിലായാൽ പ്രീമിയം മെൽറ്റിംഗ് ഒന്നുമില്ല, അതങ്ങനെ കിട്ടില്ല അത്ര പെട്ടെന്നൊന്നും. സെൻസസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 80,000 സി ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യമില്ല. നമുക്ക് മാറി നിൽക്കാവുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യം അത് കൃത്യമായിട്ട് ചെയ്യുക. 21,900 പി ആണ്. നമുക്ക് ഫസ്റ്റ് റേഡ് ഇതായിരുന്നു. ഫസ്റ്റ് റേഡിൽ നമുക്ക് എസ് എൽ ആണ് വേണം. പ്രോപ്പർ എസ് എൽ തന്നെയാണ് ഫസ്റ്റ് അടിച്ചാണത്. രണ്ടാമത്തെ റേഡാണിത്. ഇത് റീ എൻട്രി ആണ്. എസ് എൽ അടിച്ച ശേഷം തിരിച്ച് കയറുന്ന നേരത്ത് ബൈ എടുക്കാം. നമുക്ക് ഈ എസ് എൽ അടിക്കാൻ കാരണം നമ്മൾ 10 പോയിൻറ്റ് ചെറിയൊരു എസ് എൽ ആണ് ഇടുന്നത്. അതാണ് എസ് എൽ അടിക്കാനുള്ള കാരണങ്ങൾ, വേറെ ഒന്നല്ല. പക്ഷെ നമുക്ക് എക്സെപ്റ്റ് ചെയ്താൽ പറ്റും. വലിയ ലോസുകൾ വരുത്തണൊക്കെ പോലും 10 പോയിൻറ്റ് കൊടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നത്തെ റീ എൻട്രി കിട്ടുമ്പോൾ എടുക്കുക. കറക്റ്റായിട്ടത് കയറിയിട്ടുണ്ട് 50 പോയിൻറ്റ്. പിന്നെ നമുക്ക് ഈ സെയിം പ്രൈസിൽ തന്നെ പിന്നീട് ഉണ്ടായിരുന്നു. ഇതൊരു 30 പോയിൻറ്റ് പോയുള്ള ട്രേഡാണ്. പക്ഷേ ഈ ട്രേഡ് എടുക്കുമ്പോൾ റിസ്ക്കാണ്, ഹൈ റിസ്ക്കാണ്. 3-ാമത്തെ ട്രേഡ് സെയിം പ്രൈസിൽ, അതായത് ഫസ്റ്റ് ട്രേഡ് എസ് എൽ അടിച്ചു, 2-ാമത്തെ ട്രേഡ് ഫുൾ ടാർഗറ്റ് പോയി. 3-ാമത്തെ ട്രേഡിന് പോണ സമയത്ത് ഈ ഒരു പ്രൈസ് ഉണ്ടല്ലോ, ബൈ എടുക്കാൻ പറഞ്ഞ പ്രൈസ് 206.75 എന്ന് പറഞ്ഞ പ്രൈസ് എല്ലാ ബയ്യേഴ്സിനും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാ സെല്ലേഴ്സിനും അറിയാവുന്ന പ്രൈസാണ്, അറിയാവുന്ന സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ ഒന്നുകൂടി ട്രേഡ് എടുക്കുമ്പോൾ ട്രാപ്പിങ്ങൾ ഇഷ്ടം പോലെ വരും. മനസ്സിലായത്? അങ്ങനെ ട്രാപ്പിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുക്കണോട് പ്രശ്നമില്ല. ലോട്ട് കുറച്ചെടുക്കാൻ പറഞ്ഞു. ലോട്ട് കുറച്ചെടുക്കണ കൂട്ടത്തിൽ നിങ്ങൾ ഒരു മിനിമം പ്രോഫിറ്റ് വരുമ്പോൾ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ മിനിമം പ്രോഫിറ്റ് വരുന്ന നേരത്ത് കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഹൈ റിസ്കിലുള്ളൊരു ട്രേഡാണ് കേട്ടോ. പക്ഷേ ഇത് 30 പോയിൻ്റ് പോയിട്ടുള്ളൂ. പക്ഷെ 30 പോയിൻ്റ് അവിടെ പോയിട്ടുണ്ട്. 30 പോയിൻ്റ് ചെറിയ പോയിൻ്റ് അല്ല നിഫ്റ്റിയിൽ, പറഞ്ഞു എന്ന് മാത്രം ഞാൻ. പിന്നെ നമുക്കുണ്ടായിരുന്നു 79,500 പി ആണ്. സെൻസസിലായിരുന്നു ട്രേഡ്. സെൻസസിൽ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റത്തെ മീറ്റിംഗ് അതിൻ്റെ മുകളിൽ ലോസ് ചെയ്തു. ഭയങ്കര ഹൈയിലാണ് പ്രൈസ്. അതൊന്നും എടുക്കാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ബയ്യേഴ്സ് ലോസ്, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. ഈ ഡോജ് റെഡാണ്. ഇപ്പോൾ സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി നമുക്ക് ട്രേഡ് എടുക്കാം. അവിടെ 4-5 മിനിറ്റ് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട് ട്രേഡ് എടുക്കാനൊക്കെ. അങ്ങനെ എടുത്തവർക്ക് അത് പ്രോഫിറ്റ് ആയിട്ടുള്ളൂ. 70 പോയിൻ്റ് പോലുള്ള ട്രേഡാണ് കേട്ടോ. പിന്നെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം പൊസിഷനിൽ നമുക്ക് പിന്നെ ട്രേഡ് എടുക്കാം. മനസ്സിലായില്ലേ? ഇത് പക്ഷേ എസ് എൽ ആണ്. കാര്യം നമ്മൾ എസ് എൽ സൈഡിൽ നിന്ന് എൻട്രി. ഈ 2-ാമത്തെ ട്രേഡ് സെയിം പ്രൈസിൽ തന്നെ, സെയിം സ്ട്രൈക്കിൽ എസ് എൽ സൈഡിൽ നിന്നാണ് എൻട്രി. പക്ഷേ നമുക്ക് എസ് എൽ ആണ്. തിരിച്ച് ആ പ്രൈസിൻ്റെ മുകളിലേക്ക് കയറുന്ന നേരത്ത് പിന്നെ എടുക്കാം. അത് 120 പോയിൻ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ട്രേഡുകളൊന്നുണ്ടായിരുന്നത്. ഒരു അടിപൊളി ട്രേഡിങ് ദിവസമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ ടാർഗറ്റ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു അടിപൊളി ട്രേഡിംഗ് ഡേ തന്നെയായിരുന്നു.
പക്ഷേ പ്രീവിയസ് ഡേയ്സ് നോക്കുമ്പോൾ ഇഷ്ടംപോലെ പ്രീവിയസ് ഡേയ്സ് എന്ന് മാത്രമല്ല സാധാരണ ഇഷ്ടംപോലെ ട്രേഡ്സ് കിട്ടാറുണ്ട്. ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അടിപൊളി ട്രേഡിംഗ് ഡേ അല്ല. പക്ഷെ അത്യാവശ്യം പോയിൻറ്റ്സ് പോയിട്ടുണ്ടോ നോക്കുമ്പോൾ പോയിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ്. പ്രോഫിറ്റിലേക്ക് ഇരിക്കാൻ പറ്റില്ല അവർക്ക്. മര്യാദയ്ക്ക് എടുത്ത് പോവുകയാണെങ്കിൽ പ്രോഫിറ്റിൽ വരാൻ പറ്റും. പിന്നെ എസ് എല്ലൊക്കെ ട്രേഡിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. എസ് എൽ കൊടുക്കണത് 10 പോയിൻ്റ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വൃത്തിക്ക് കൊടുക്കുക, കിട്ടുന്ന പോയിൻ്റ് നന്നായിട്ട് എടുക്കാൻ നോക്കുക. പിന്നെ മാക്സിമം പോയിൻ്റ് വരുന്ന നേരത്ത് നമുക്ക് വിൽക്കാം, ട്രെയിൽ ചെയ്തൊക്കെ ചെയ്യാം. ഇത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റുള്ളൂ. നിങ്ങൾ 10 പോയിൻ്റ് എസ് എൽ ഇട്ടു, 30 പോയിൻ്റ് 40 പോയിൻറ്റും പ്രോഫിറ്റ് വന്ന ശേഷം നിങ്ങൾ ട്രെയിലിങ്ങും ചെയ്യണില്ല, ഒന്നും ചെയ്യണില്ല. എന്നിട്ട് നിങ്ങൾ എസ് എൽ അടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് എടുത്ത് പറയാൻ കാരണം കേട്ടോ. 40 പോയിൻ്റ് പോയ ശേഷം എസ് എൽ അടുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് അവർക്ക് 1% പോലും ട്രേഡിങ്ങിനെ കുറിച്ച് അറിയില്ല. അതാണ് എൻ്റെ ഉള്ളത്തെ പ്രശ്നം. മനസ്സിലായാലേ? നിഫ്റ്റിയിൽ 10 പോയിൻ്റ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അവിടെയാണ് നമ്മൾ 50 പോയിൻ്റ് ക്യാച്ച് ചെയ്യണത്. അപ്പോൾ അത് അറിയണവർക്കത് മനസ്സിലാവും. അത്രപ്പം എനിക്ക് പറയാനുള്ള, പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ കാര്യത്തിൽ. നമ്മൾ പഠിച്ചിട്ടൊക്കെ നന്നായിട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എന്താണ് നിഫ്റ്റി, എന്താണ് ബാങ്ക് നിഫ്റ്റി, എന്താണ് അനുസരിച്ച് ഇതിൻ്റെ മൊമെൻ്റ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ ചാർട്ട് നോക്കുക. ഒരാൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഏതാണ് ചാർട്ട് നോക്കി മനസ്സിലാകുന്നുണ്ട്. മാക്സിമം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. നമുക്ക് തിങ്കളാഴ്ച കാണാം. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. ബാക്കി ട്രേഡിങ്ങൊക്കെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഓക്കെ, ബൈ.